ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ടെറസിലെയും ബാൽക്കണിയിലെയും കൃഷിക്ക് വേണ്ടിയിട്ട് ഗ്രോ ബാഗുകളിലും അതുപോലെ കണ്ടെയ്നേഴ്സിലുമൊക്കെ ഏത് രീതിയിലാണ് മണ്ണ് ഒരുക്കേണ്ടത് എന്ന് കണ്ടു നോക്കാം. നല്ലൊരു വിളവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മണ്ണ് തയ്യാറാക്കുമ്പോഴും നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ധാരാളം പരിമിതികളും അതുപോലെ തന്നെ സാധനങ്ങളുടെ ലഭ്യതയെല്ലാം കുറവുണ്ടെങ്കിലും നമുക്ക് പറ്റാവുന്ന വിധത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മണ്ണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സാധാരണ എല്ലാവരും പോട്ടിംഗ് സോയിലാണ് ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ച് കൃഷി ചെയ്യാറുള്ളത്. ഞാനും കൃഷിയുടെ ആരംഭത്തിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ പിന്നെ മണ്ണുണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് തിരിഞ്ഞു. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇന്നിവിടെ ഞാൻ മണ്ണൊരുക്കുന്നത് പഴയ കൃഷിക്ക് ഉപയോഗിച്ച മണ്ണ് തന്നെയാണ്, വിളവെടുപ്പിന് ശേഷമുള്ള മണ്ണ് ഉപയോഗിച്ച്. ഓരോ തവണ നമ്മൾ കൃഷി ചെയ്യുമ്പോഴും ഇതുപോലെ മണ്ണ് പുറത്തെടുത്ത് ഒന്ന് വെയിലെല്ലാം കൊള്ളിച്ചതിന് ശേഷം മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നീട് എടുത്തിരിക്കുന്നത് കോക്കോപിറ്റ് ചകിരിച്ചോറാണ്. ഇതോടൊപ്പം കുറച്ച് കുമ്മായം അല്ലെങ്കിൽ ലൈം പൗഡർ എടുത്തിട്ടുണ്ട്. കണ്ടെയ്നേഴ്സ് എല്ലാം ആവശ്യത്തിന് വെള്ളം വാർന്നു പോകുന്നതിനായിട്ട് ഹോൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ആണ്. കുറച്ച് സിനമൺ പൗഡർ അല്ലെങ്കിൽ കറുവാപ്പട്ടപ്പൊടി അതും എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലും അതുപോലെ തന്നെ ഗ്രോ ബാഗുകളിലുമുള്ള സെറ്റിംഗ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് കണ്ടെയ്നറിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹോൾസ് അടഞ്ഞു പോകാതിരിക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ച് കല്ലുകൾ ആദ്യമേ നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കോക്കോപിറ്റ് ഇടാം. ഞാൻ മുന്നെയൊക്കെ കല്ലുകൾ ഇങ്ങനെ നിരത്തി ഇട്ടിരുന്നു. പക്ഷേ വെയിറ്റ് കൂടാതിരിക്കാനായിട്ട് ടെറസിലൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്ക് ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും, സ്ഥലമൊക്കെ മാറ്റി വെയിലൊക്കെ അനുസരിച്ച്. അതുകൊണ്ട് കല്ലൊന്നും ഇപ്പോൾ ഇടാറില്ല. ആദ്യമേ തന്നെ കോക്കോപിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം കെട്ടി നിൽക്കാതെ ഊർന്നു പോകുന്നതിനായിട്ട് ഞാൻ കൂടുതൽ ഹോൾസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. നാട്ടിലൊക്കെ എല്ലാവരും ചെയ്യുന്നത് മണ്ണ് മറ്റു കൂട്ടുമായിട്ട് മിക്സ് ചെയ്ത് 2-3 ദിവസം വെയിൽ കൊള്ളിച്ചതിന് ശേഷമാണ്. പക്ഷേ സ്ഥലപരിമിതി മൂലവും ഇവിടെ നല്ല ചൂടായതുകൊണ്ടും ഞാൻ അങ്ങനെ മണ്ണ് പുറത്തേക്കെടുത്ത് വെയിൽ കൊള്ളിക്കാറൊന്നുമില്ല. എല്ലാം സെറ്റ് ചെയ്ത് വീണ്ടും നിറയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. കോക്കോപിറ്റിന് മുകളിലായിട്ട് മണ്ണും കരിയിലയും ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ. ഇതിനൊപ്പം ചേർത്ത് കൊടുക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലകളാണ്. ഇവിടെ സാധാരണ ഗൾഫ് കൺട്രീസിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു മരമാണ് നീം. ആര്യവേപ്പിൻ്റെ ഇലകൾ തന്നെ വേണമെന്നില്ല. ആര്യവേപ്പാകുമ്പം കുറച്ചും കൂടെ മെഡിസിനേറ്റഡ് ആയതുകൊണ്ട് ഉപയോഗിക്കുന്നുവെന്ന് മാത്രം. അല്പം കൃഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന ഇലകളൊക്കെ ഇതുപോലെ ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ കരിയിലയായിട്ട് ഉപയോഗിക്കാം. ഫ്രഷ് ആയിട്ടുള്ള പോട്ടിംഗ് സോയിൽ ഉപയോഗിക്കുന്നവർക്ക് ഇതൊന്നും ആവശ്യം വരുന്നില്ല. കാരണം പോട്ടിംഗ് സോയിലെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ വേപ്പിൻ പിണ്ണാക്കൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് വേപ്പിലയൊക്കെ ചേർത്താണ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കുകയാണ്. ആട്ടിൻ കാഷ്ടമോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ മുന്നെയൊക്കെ ചാണകപ്പൊടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആട്ടിൻ കാഷ്ടമാണ് ഉപയോഗിക്കാറുള്ളത്. ചാണകപ്പൊടിയെ അപേക്ഷിച്ച് ആട്ടിൻ കാഷ്ടത്തിന് കുറച്ച് സ്ട്രോങ് കൂടുതലാണ്. അതുകൊണ്ട് ഇടുമ്പോൾ വളരെ കുറച്ച് മതിയാവും. ഇല്ലെങ്കിൽ ചെടികളെല്ലാം ചിലപ്പോൾ ഉണങ്ങിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുമ്മായം ലൈം പൗഡറാണ്. അതിനിവിടെ നൂറ പൗഡർ എന്നാണ് പറയാറുള്ളത്. ഇവിടെ ഇത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പെയിൻറ് ഷോപ്പുകളിലൊക്കെയാണ് സാധാരണ കിട്ടാറുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കാം. ഒരു ക്യാനിലേക്ക് അല്ലെങ്കിൽ കണ്ടെയ്നറിലേക്ക് ഒരു പിടി കുമ്മായപ്പൊടി മതിയാവും. ഞാനിവിടെ 2 തവണയായിട്ടാണ് കുമ്മായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ആദ്യവും മണ്ണിട്ട് ലാസ്റ്റും കുറച്ച് ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കോക്കോപിറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കുന്നതിനും അതുപോലെ മണ്ണിലെ കാൽസ്യത്തിൻ്റെ അഭാവം നിയന്ത്രിക്കുന്നതിനുമാണ്.
മണ്ണിലെ അമ്ലത്വം കുറയുന്നത് വഴി ചെടികൾക്ക് അനായാസേന പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിന് സാധിക്കുന്നു. വീണ്ടും ഞാൻ ചേർക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ് ആണ്, അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ്. ഇതും എല്ലാവർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണമെന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് അതായാലും മതിയാവും. ഇനി അതും ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് പോട്ടിംഗ് സോയിൽ ഇതുമായിട്ട് പഴയ മണ്ണുമായിട്ട് മിക്സ് ചെയ്താലും മതി. വീണ്ടും ഇതിൻ്റെ മുകളിലേക്കായി കുമ്മായപ്പൊടിയും മണ്ണും ചേർക്കുകയാണ്. പിന്നീട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മണ്ണ് തയ്യാറാക്കുമ്പോൾ ക്യാനിൻ്റെ അരഭാഗത്തോളം നിറച്ചാൽ മതിയാവും. കാരണം ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് പിന്നീട് നമുക്ക് വളങ്ങളും അതുപോലെ മണ്ണും എല്ലാം കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഞാൻ എങ്ങനെയാണ് ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യത്തേതുപോലെ തന്നെ പഴയ മണ്ണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാം കുടഞ്ഞിട്ടതിന് ശേഷം കല്ലും അതുപോലെ കട്ടയെല്ലാം മാറ്റി അത് തയ്യാറാക്കി വെക്കുക. പിന്നീട് ഗ്രോ ബാഗ് ഓപ്പൺ ചെയ്ത് അതൊന്ന് മടക്കി വയ്ക്കാം. അഗ്രഭാഗം ഇങ്ങനെ പുറത്തേക്ക് മടക്കി വയ്ക്കുന്നത് മൂലം നമുക്ക് പിന്നീട് വളങ്ങളും മണ്ണുമൊക്കെ ചേർത്ത് കൊടുക്കുവാനും ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്കൊക്കെ എടുത്തുകൊണ്ട് പോകുവാനും എല്ലാം എളുപ്പത്തിൽ സാധിക്കും. കണ്ടെയ്നർ സെറ്റ് ചെയ്തതുപോലെ തന്നെ ആദ്യമേ ഞാനിവിടെ കോക്കോപിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. കോക്കോപിറ്റിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് പെർലൈറ്റ്. തെർമോക്കോൾ പോലെയുള്ള ചെറിയ ബോൾസുകളാണിവ. വീണ്ടും കരിയിലകൾ ഇട്ട് കൊടുക്കാം. പൊടിച്ചോ പൊടിക്കാതെയോ എങ്ങനെയായാലും കുഴപ്പമില്ല. ഉണങ്ങിയതായതുകൊണ്ട് അത് പെട്ടെന്ന് പൊടിഞ്ഞു പോയിക്കോളും. ഇതിൻ്റെ മുകളിലേക്കായി ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ ചേർത്ത് കൊടുക്കാം. വീണ്ടും മണ്ണ് ചേർക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുമ്മായപ്പൊടി വിതറി കൊടുക്കാം. വീണ്ടും മണ്ണ് സെറ്റ് ചെയ്യാം. അടുത്തത് മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഇതിൻ്റെ മീതെയായിട്ട് വിതറി കൊടുക്കാം. ഇതും കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ. വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ അരഭാഗം മാത്രമേ ഗ്രോ ബാഗിൻ്റെ നിറച്ചിട്ടുള്ളൂ. ആദ്യത്തെ പോലെ തന്നെ കണ്ടെയ്നറിലെ പോലെ തന്നെ വീണ്ടും നമുക്ക് ചെടി വളരുന്നതനുസരിച്ച് വളങ്ങൾ കൂട്ടി കൊടുക്കുവാനും മണ്ണിട്ട് കൊടുക്കുവാനുമൊക്കെ ഇത്രയും നിറയ്ക്കുന്നതാണ് സൗകര്യപ്രദം. അടിഭാഗം മറിഞ്ഞു പോകാത്ത രീതിയിൽ മണ്ണെല്ലാം ഒന്ന് തട്ടിക്കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ജൈവകൃഷിയിൽ ഇപ്പോൾ മണ്ണ് തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന മിത്രകുമിളുകളാണ് സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ മുതലായവ. ഇതെൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കൈവശം ഇല്ലാത്തതിനാൽ ഞാൻ അതിന് പകരമായിട്ട് കറുവാപ്പട്ടപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ അത്രയൊന്നും ഗുണങ്ങളില്ലെങ്കിലും നേരിയ ഫംഗിസൈഡിലൊക്കെ ആയിട്ട് ഇത് ആക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതുകൂടി മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കുകയാണ്. മണ്ണെല്ലാം പുറത്തേക്ക് എടുക്കാതെ തന്നെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ നിലത്ത് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്ന ഒരു രീതിയാണിത്. മണ്ണ് അധികം കട്ടിയായിട്ടില്ലെങ്കിൽ ഞാനിങ്ങനെ ഇതുപോലെ മണ്ണെല്ലാം ഇളക്കി കൊടുത്ത് കോക്കോപിറ്റും ചാണകപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുകയും ചെയ്യാറുണ്ട്. ആദ്യത്തെ രീതി തന്നെയാണ് നല്ലത്. ചിലപ്പോൾ നമുക്കെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ രീതിയിൽ ഞാൻ തയ്യാറാക്കാറുണ്ട്. വേനൽക്കാലത്ത് പൊതിയിടാൻ ഉപയോഗിക്കുന്ന ചകിരി ഉപയോഗിച്ച് പുതിയ ക്യാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അടിവശത്തായിട്ട് ഇട്ട് കൊടുത്ത് മുകളിൽ മണ്ണിടുകയാണെങ്കിൽ അതും നല്ല നീർവാർച്ച ഉണ്ടാകാനായിട്ട് വളരെ സഹായകരമാവും. വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ചെടികളൊക്കെ പറിച്ചു കളയുമ്പോൾ അത് ഞാനെടുത്ത് ഇതുപോലെ ക്യാനിൻ്റെ അടിയിലൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് നിറയ്ക്കാറുണ്ട് ചിലപ്പോഴെല്ലാം. ചകിരിയൊക്കെ കിട്ടാൻ ക്ഷാമം നേരിടുമ്പോഴാണ് ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യാറുള്ളത്.
ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ മണ്ണ് നിറയ്ക്കുകയാണെങ്കിൽ ചെടികൾക്ക് വേരോട്ടത്തിനും അതുപോലെ തന്നെ നല്ല വളർച്ചയ്ക്കുമെല്ലാം സഹായകരമാവുകയും കണ്ടെയ്നറുകൾ ആയാസകരമല്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാവുകയും ചെയ്യും. പഴയ മണ്ണൊക്കെ ഉള്ളത് വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ നമുക്ക് റീയൂസ് ചെയ്തെടുക്കുവാനും അങ്ങനെ ചെടികൾക്ക് ഉപകാരപ്രദമാക്കുവാനും കഴിയും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിലൊക്കെ താമസിക്കുന്നവർക്ക്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി.